രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എന്ന കോൺഗ്രസിന്റെ അവകാശവാദം പൊള്ളത്തരം. ജനപ്രതിനിധിയായ വ്യക്തിയെ പാർട്ടിയിൽ നിന്നും നീക്കം ചെയ്യുകയാണെങ്കിൽ അയാളോട് ആ പദവി രാജിവെക്കാൻ ആവശ്യപ്പെടണം എന്നാണ് കോൺഗ്രസ് ഭരണഘടനയിൽ പറയുന്നത്. രാഹുലിന് എതിരായ നടപടി തട്ടിപ്പാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. കോൺഗ്രസ് ഭരണഘടനയിൽ ജനപ്രതിനിധിയായൊരു കോൺഗ്രസ് പ്രവർത്തകനെതിരെ എങ്ങനെയാണ് അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഒരു കോൺഗ്രസ് പ്രവർത്തകൻ MLA, MP, ജനപ്രതിനിധി എന്നീ പദവികൾ വഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അയാളെ പാർട്ടിയിൽ നിന്ന് നീക്കം ചെയ്യുകയാണെങ്കിൽ അയാളോട് ആ പദവി രാജിവെക്കാൻ ആവശ്യപ്പെടണം എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. കൈരളി ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ M. ജയചന്ദ്രൻ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി. കോൺഗ്രസിന് ഭരണഘടനയുണ്ട്. ഈ ഭരണഘടനയിൽ എന്താണ് പറയുന്നതെന്ന് ദയവായി ഒരു മിനിറ്റ് മതി. ഒരു കോൺഗ്രസ് പ്രവർത്തകൻ MLA, MP അല്ലെങ്കിൽ ജനപ്രതിനിധി എന്നീ പദവികൾ വഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അയാളോട് ആ പദവി രാജിവെക്കാൻ ആവശ്യപ്പെടണം എന്നാണ് കോൺഗ്രസ് ഭരണഘടന എഴുതി വച്ചിരിക്കുന്നത്. പദവി രാജിവെക്കാൻ ആവശ്യപ്പെടണം. ആര്? നടപടി എടുക്കുന്നവർ. ഇവിടെ നടപടിയെടുത്തത് ആരാണ്? KPCC ആണ്. എന്നിട്ട് AICCയുടെ സാങ്ഷൻ വാങ്ങിച്ചാൽ മതി പിന്നീട്. പക്ഷെ തീരുമാനം എടുക്കുമ്പം ആ പദവിയിൽ നിന്ന് രാജിവെക്കണം ആവശ്യപ്പെടുന്നത് കേരളീയ പൊതുസമൂഹത്തിലെ ഇന്ത്യയിലെ ഏതെങ്കിലും സംഘടനകളോ ഒന്നുമല്ല, സാക്ഷാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണഘടനയാണ് പറയുന്നത്. ഇത് ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് ന്യൂസ് ആണ്. കോൺഗ്രസിന്റെ ഭരണഘടന അനുസരിച്ച് തന്നെ, ലിഖിത ഭരണഘടന അനുസരിച്ച് തന്നെ ഒരു ജനപ്രതിനിധിക്കെതിരെ, അത് പഞ്ചായത്ത് മെമ്പറാവട്ടെ, അത് നിയമസഭാ അംഗമാകട്ടെ, അത് പാർലമെന്റ് അംഗമാകട്ടെ, കോൺഗ്രസ് പാർട്ടി നടപടി എടുക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് നിന്നുകൂടി, ആ ജനാധിപത്യ സ്ഥാനത്ത് നിന്നുകൂടി നീങ്ങി നിൽക്കാൻ ആവശ്യപ്പെടണം. അതില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഈ മാങ്കൂട്ടത്തിന് എതിരായ നടപടി കോൺഗ്രസ് ഭരണഘടനയ്ക്ക് എതിരാണ് എന്ന് പറയേണ്ടി വരും. അതാണ് ജയചന്ദ്രൻ ഇപ്പോൾ പറഞ്ഞത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കോൺഗ്രസ് ഭരണഘടന അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോട് എന്തുകൊണ്ട് പദവി രാജിവെക്കാൻ ആവശ്യപ്പെട്ടില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത്. രാജി പരസ്യമായി ആവശ്യപ്പെടാതെ ഇരിക്കുന്നത് വഴി KPCC അധ്യക്ഷനല്ലേ പാർട്ടി അച്ചടക്കം ലംഘിച്ചത് എന്ന ചോദ്യവും ഉയരുകയാണ്. ജനരോഷം താൽക്കാലികമായി ശമിപ്പിക്കാൻ വേണ്ടി KPCC അധ്യക്ഷൻ നിയമപ്രകാരമല്ലാത്ത ഒരു അച്ചടക്ക നടപടി സ്വീകരിച്ചു എന്നാണ് വ്യക്തമായിരിക്കുന്നത്. സസ്പെൻഷൻ ശിക്ഷാ നടപടിയല്ലെന്നും സസ്പെൻഡ് ചെയ്താൽ കോൺഗ്രസ് അംഗത്വം റദ്ദാവില്ല, എത്ര നാളത്തേക്കാണ് സസ്പെൻഷൻ എന്ന് സണ്ണി ജോസഫ് വ്യക്തമാക്കിയിട്ടില്ല. ചുരുക്കത്തിൽ കോൺഗ്രസ് ഭരണഘടനാ പ്രകാരമുള്ള അച്ചടക്ക നടപടിയല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വീകരിച്ചത്. ജനങ്ങളെ പറ്റിക്കാനുള്ള തട്ടിക്കൂട്ട് നടപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വീകരിച്ചിരിക്കുന്നത് എന്ന വിമർശനമാണ് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.